ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടി ഗൈസ്. സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എത്ര മണി വരെ ഒരു പിടുത്തം നല്ല അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ ബീച്ചിലോട്ട്. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ പോകുന്ന വഴിക്ക് കയറി പെട്രോൾ അടിച്ചാൽ തിരിച്ചു വരുമ്പോൾ വണ്ടി തെള്ളിക്കൊണ്ട് വരണമെന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പെട്രോൾ അടിച്ചിട്ട് ഫില്ല് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ വണ്ടി പറപ്പിച്ചു വിടുകയാണ് ഗൈസ്. മാക്സിമം നമ്മൾ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഹെൽമെറ്റ് വെക്കാൻ മറക്കരുത് ഗൈസ് സ്പീഡിൽ പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കണിക്കൊന്ന വിൽക്കുന്നുണ്ട് ഗൈസ്. വീട്ടിലേക്ക് കണിക്കൊന്ന ഇല്ലെന്ന് വിശ്വസിച്ച് ഞാൻ പൈസ കൊടുത്ത് കണിക്കൊന്നയൊക്കെ മേടിച്ച് ഗൈസ്. എൻ്റെ പൊന്ന് കുറച്ച് വാടിയതാണ്, എന്നാലും സാരമില്ല. അങ്ങനെ നമ്മൾ അഴീക്കലെത്തിയപ്പോൾ തന്നെ നമുക്ക് 7 മണിയായി ഗൈസ്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇനിയും ബീച്ചിലെത്തിയാൽ വേറൊന്നും കാണാൻ പറ്റത്തില്ല, സൺസെറ്റ് എടുക്കാൻ പിന്നെ നാളെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി. സോ എന്നാലും നമുക്ക് സാരമില്ല, ഇറങ്ങി തിരിച്ച് ഇനി മുന്നോട്ട് തന്നെ ഗൈസ്. ഇനി കടലിൽ പോയി കാല് കുത്തണം, അതാണ് നമ്മുടെ ആഗ്രഹം ഗൈസ്. അത്രേ ഉള്ളൂ. എന്തായാലും ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതാണ്. നമുക്ക് അറിയാമായിരുന്നു കാണാൻ ചാൻസ് കുറവാണെന്ന്, കാരണം നമ്മൾ ലേറ്റായിട്ട് ഓൾറെഡി ഇറങ്ങിയതൊക്കെ ഗൈസ്. അവിടെ ചെന്നപ്പോഴത്തേനും ഒടുക്കത്ത് തിരക്കും. ഞങ്ങൾ വിചാരിച്ച് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരിക്കാന്നൊക്കെ വിചാരിച്ചു. നശേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുതുക്ക് തിരക്കെന്നൊക്കെ വെച്ചാൽ അമ്മാതിരി തിരക്കായിരുന്നു. ഞങ്ങൾ ബൈക്കിൽ പോയതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയോ സൈഡിൽ കുത്തിക്കയറ്റി വെച്ചിട്ടാണ് നമ്മൾ നടന്നത്. കാറി വന്നിടത്തൊക്കെ നടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ഗൈസ്, അമ്മാതിരി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ സ്റ്റാർട്ടപ്പുകൾ കണ്ടായിരുന്നു ഗൈസ്. കുറേ സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ കുറേ സ്റ്റാർട്ടപ്പ് പിള്ളേരെയും കുറേ ആൾക്കാരെ ഓരോ ഫുഡ് ഐറ്റംസും കാണാനൊക്കെ കണ്ടായിരുന്നു. ജ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഒന്നും മേടിച്ചില്ല, കാരണം പൈസ ഇല്ലല്ലോ. അപ്പം എനിക്ക് ഈ സാധനം കണ്ട ഗൈസ്, നിങ്ങൾ ഈ സാധനം കണ്ട. ഇതിനകത്ത് കയറണമെന്ന് പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പണ്ട് പൈസ ഇല്ലായിരുന്നു. ഇപ്പോൾ പൈസ ഉണ്ട്. ഇപ്പോൾ അതിനകത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാല് തല്ലി ഓടിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മളകത്ത് കയറിയില്ല ഗൈസ്. നൈസായിട്ട് ഇനി ഭയങ്കര ആഗ്രഹമാണ് അത് കയറണം ഗൈസ്. നൈസായിട്ട് എന്നിട്ട് നമ്മൾ കറങ്ങി തിരിഞ്ഞു ഗൈസ്. എന്നിട്ട് കുറേ ആൾക്കാർ പട്ടം പറക്കും. പക്ഷേ ഇന്ന് തന്നെ കുറേ ആൾക്കാർ പട്ടം പറക്കുന്നുണ്ട് ഗൈസ്. പട്ടം എന്നൊക്കെ വെച്ചാൽ ഇഷ്ടം പോലെ പട്ടം. ചിലതൊക്കെ പൊട്ടിയും പോകുന്നുണ്ട്, ചിലതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ചിലതൊക്കെ നൂല് ടോയിനൊക്കെ അങ്ങ് ആകാശത്ത് ഇരിക്കുന്നു പട്ടമൊക്കെ. അമ്മാതിരി നല്ല രസമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ നേരം എല്ലാവരും ആസ്വദിച്ചിരുന്നു ഗൈസ്. നമുക്ക് ആസ്വദിക്കാനല്ലേ പറ്റുന്നുള്ളൂ, കാരണം നമ്മുടെ പൈസ ഇല്ലല്ലോ ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഗൈസ്. കുറേ തട്ടുകടയും ഇതും കുറേ പാനിപ്പൂരിയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ കടലോട്ട് ഇറങ്ങി ഗൈസ്. കടലോട്ട് കുറച്ച് നേരം കാല് നനയ്ക്കാന്ന് വെച്ച് ഇറങ്ങി ഗൈസ്. ഇറങ്ങുന്നതിന് കുഴപ്പമില്ല, അത് ഇറങ്ങി വെള്ളം വന്ന് കാല് തട്ടിയപ്പോൾ മനസ്സിലായി പാൻറ്റ് പൊക്കി വെക്കാൻ മറന്നുപോയെന്ന്. പാൻറ്റ് മൊത്തം വെള്ളമായി, മണ്ണും കയറി ഒരു പരുവായി ഗൈസ്. പിന്നെ അതിട്ടോടെ അവിടെ മേലെ എല്ലാം നടന്ന്. പക്ഷെ നല്ല രസമായിരുന്നു. നല്ല രസമെന്ന് വെച്ചാൽ നടന്ന്. പിന്നാണ്ട് ഈ എങ്കിള് കണ്ട, ഈ അങ്കിളുടെ പട്ടണം അങ്ങ് വരെ എത്തി ഗൈസ്, അങ്ങ് വരെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു പട്ടം വാങ്ങി അതിൻ്റെ അപ്പുറം എത്തി. ടോയിൻ മാത്രമേ ഉള്ളൂ, ആളെ കാണുന്നില്ല, കാരണം ആ പുള്ളിക്കാരൻ താഴെ എവിടെ വെച്ചിട്ട് പോയി ഗൈസ്. ഗൈസ് ഇതെന്ത് എന്താ പടത്? ആസ്ട്രോണോട്ടോ അല്ല, സ്റ്റെലേറിയൻ നമുക്ക് ഗൈസ് ചന്ദ്രനെ കണ്ടുപിടിക്കും. ഇപ്പം നമ്മൾ ആശയത്തിൽ ചന്ദ്രനെ കാണുന്നില്ല, അതിനകത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലായില്ലേലും നമുക്ക് നോക്കാം ചന്ദ്രൻ എവിടെ. ചന്ദ്രൻ ചേട്ടോ, സത്യത്തിൽ ഇവിടെ ചന്ദ്രൻ ഇല്ലടാ, കാണുന്നില്ല. ചന്ദ്രൻ പോടാ. ആർക്കെല്ലാം അറിയാമെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ചന്ദ്രൻ നോക്കി ഗൈസ്, പക്ഷെ ഒന്നും കിട്ടിയില്ല ഗൈസ്. കാരണം എവിടെ പോയത് ഒരു പിടുത്തമില്ല. നമ്മൾ നോക്കി നടന്നു വരുന്ന സമയത്താണ് MJയുടെ ഫോട്ടോ ആണ് ആരോ വരച്ചാണ് ഗൈസ്. കിടിലായിട്ടുണ്ട്. കിടിലോ വെച്ചാൽ കിടിലോ. അപ്പം പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കൊണ്ട് പോകുന്ന വഴിക്ക് പിന്നെ അടുത്ത് കുതിരയൊക്കെ വന്ന് ഗൈസ്. അവിടെ ഗൈസ് റൈഡ് ചെയ്യാൻ പറ്റും, പൈസ കൊടുക്കണം. സോ നമുക്ക് കാണാനല്ലേ പറ്റുമോ. നമ്മളങ്ങനെ കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഗൈസ്. കിടിലായിരുന്നു. എനിക്ക് ഈ കുതിര ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. പാവം ഒന്നും മിണ്ടുന്നില്ല, പാവോടാ. എത്തിയാൻ പറ്റും അതിൻ്റെ അവസ്ഥയാണ്. നമുക്ക് തട്ടിക്കൊണ്ട് പോകാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ തട്ടിക്കൊണ്ട് പോയി എന്നെ തട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെ നൈസായിട്ട് ഇറങ്ങി ഗൈസ്. അപ്പം അവിടെ കുതിരയുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും, പക്ഷേ പൈസ കൊടുക്കണം. അതിന് നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് മാറി നിന്നൊക്കെ ഫോട്ടോ എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് ഇരിക്കാന്ന് വെച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ് നമുക്ക് കോളിഫ്ലവറിൻ്റെ ഇത് മേടിക്കും ഗൈസ്. അങ്ങനെ അത് മേടിച്ച് കുറച്ച് തിന്നു ഗൈസ്. തിന്നിട്ട് അത് പറഞ്ഞാൽ മേടിച്ച് തിന്ന് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കുറേ നേരം കാറ്റും കൊണ്ടൊക്കെ അവിടെ ഇരുന്ന് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നല്ല ചൂടുണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട്, പക്ഷേ നല്ല ചൂട് കാറ്റാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി കയറിയപ്പോൾ പറപ്പിച്ച് വിടുവാണ് ഗൈസ്. പറപ്പിച്ചെന്ന് വിടുവാണ്. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനെക്കാട്ടി തിരക്കാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത്. എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടാ, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഈ പാലത്തിൽ കൂടെ പോകാൻ ഇത് കിടിലം വൈബാന്നറിയാം. ഈ പാലത്തിൻ്റെ കൂടെ എപ്പോൾ ഞാൻ പോയാലും എനിക്കൊരു പ്രത്യേക ഫീലാണ് ഗൈസ്. ഈ പാലത്തിൽ കൂടെ പോകാൻ എന്താ അറിയത്തില്ല, ഒരു പ്രത്യേക വൈബാണ്. ഈ 96-നകത്ത് അവൻ നടന്നു പോകുമ്പോൾ ഒരു പാലം റോഡില്ല, അങ്ങനത്തെ ഒരു വൈബാണ് ഇവിടെ എപ്പോഴും ഞാൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെ അടിച്ച് പോകുന്ന വഴിക്കാണെങ്കിൽ ലൈറ്റ് ഹൗസ് ഉണ്ട് കാണാൻ പറ്റും ഗൈസ്. കിടിലല്ലേ. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ദിവസം കയറണം ഗൈസ്. ഒരു രാവിലെ വന്നാലേ കയറാൻ പറ്റുന്നതാണ്. 5 മണി വരെ അങ്ങാണ്ട് ഓപ്പണിംഗ് ഉള്ളൂ. ഒരു ദിവസം ഞാൻ കയറിയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥലത്തോട്ട് വരുന്ന വഴിക്ക് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞത്. ഷോപ്പിലേക്ക്, അവൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ നാളെ
ഇത് ഒരുക്കാൻ വേണ്ടി. അപ്പം കൃഷ്ണനെയൊക്കെ ഒരുക്കാം. അപ്പം മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പൂവിൻ്റെ ഒരു ഷോപ്പ് കണ്ട് നമ്മൾ മുല്ലപ്പൂ ഒക്കെ മേടിക്കാൻ പോയി. മുല്ലപ്പൂവിൻ്റെ റേറ്റ് ആയിരിക്കും ഒരു മുഴത്തിന് 100 രൂപ. അകത്തോട് തേങ്ങയില്ല കേസ്, ഒരു തേങ്ങയില്ല, ഒരു മുല്ലപ്പൂവിൻ്റെ പകുതിയില്ല, അതിന് 100 രൂപ. എൻ്റെ പൊന്നു കേസ്, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ പൈസ നമ്മുടെ അവിടുന്ന് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല, മേടിച്ചു. ഇനി കടയിൽ കൊണ്ട് കൊടുത്ത് ഞാൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അതാണ് അടുത്ത പ്ലാൻ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വരാം.